കോവിഡ്-19 എന്ന മഹാമാരിക്ക് ശേഷം ലോകത്തെ ആകെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചൈനയിലെ ഹെൽത്ത് അതോറിറ്റീസ് തന്നെ അവർ റോയിറ്റേഴ്സിനോട് ഈ വാർത്ത ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചൈനയോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ ഒന്നും അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനൊരു വാർത്ത റോയിറ്റേഴ്സിൽ നിന്ന് വരുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. കാരണം അവിടുത്തെ ചൈനയിൽ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയിൽ ആണ് ഇത് ആദ്യം കോവിഡ് വന്നത്. അതറിയാമല്ലോ, ലോകം മുഴുവൻ വ്യാപിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതേപോലെ ഇപ്പോൾ വന്നേക്കുന്ന മൾട്ടിപ്പിൾ വൈറസ് ആണ് വന്നേക്കുന്നത് ഒന്നിച്ച്. അത് കൂടുതലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ്. ആശുപത്രികളും അതുപോലെ ക്രിമിറ്റോറിയംസും അവിടെ എല്ലാം നിറഞ്ഞ് കവിയാന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ ശവദാഹം നടത്തുന്ന സ്ഥലങ്ങൾ, അവിടെ എല്ലാം ഈ മൃതദേഹങ്ങൾ കുന്നുകൂടുന്നു എന്നുള്ള ഒരു വാർത്തയാണ്, ഭീതിപ്പെടുത്തുന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ വൈറസിനകത്ത് ഇൻഫ്ലുവൻസ എ, അതുപോലെ തന്നെ HMPV എന്ന് പറയുന്ന വൈറസ്, പിന്നെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, അപ്പോൾ ആൻഡ് കോവിഡ്-19, അതിനോടൊപ്പം കോവിഡ്-19ഉം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാണ് ഈ മൾട്ടിപ്പിൾ വൈറസുകളാണ് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാപിക്കുക എന്ന് പറഞ്ഞത് ഒരു നിർവാഹമില്ലാത്ത രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ഈ റോയിട്ടേഴ്സ് തന്നെ അത് പ്രഖ്യാപിച്ചേക്കുന്ന ഒരു കാര്യമാണിത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടെ ചൈനയിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ തന്നെ അവർ പ്രഖ്യാപിച്ചേക്കുകയാണ്. ചൈന അത് പുറത്തുവിടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പോൾ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നിർബന്ധമായിട്ടും ഈ വിദേശയാത്രകൾ ഉള്ളവർ ഒരുപാട് ശ്രദ്ധിക്കണം. വിദേശയാത്ര എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് വലിയ റിസ്ക് ആയിരിക്കും. കാരണം ഇതിപ്പോൾ ചൈനയിലാണ് ഇപ്പോൾ പടർന്നേക്കുന്നത്. ചൈനയിൽ നിന്ന് വ്യാപിക്കാൻ എളുപ്പമാണ്. കാരണം ചൈനക്കാർ ഒരുപാട് സഞ്ചാരികളുണ്ട്, ഒരുപാട് വിദേശ സഞ്ചാരികളുണ്ട്. ഒരു സമയത്ത് ഈ കോവിഡിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ദുബായി ചെന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൈനക്കാരുടെ ബാഹുല്യം കാരണം നമുക്ക് അവിടെ നടക്കാൻ പോലും ഒക്കത്തില്ല. ആ രീതിയായിരുന്നു. എയർപോർട്ടിലൊക്കെ ചൈനക്കാർ മാത്രമാണ് രാവിലെ ഉണ്ടാകുന്നത്. മുഴുവൻ എല്ലാ ക്യൂവും ചൈനക്കാരുടെയാണ് അവിടെ ആ എമിഗ്രേഷനിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ തന്നെ അതിനുശേഷം അത് പടർന്ന സ്പീഡ് അറിയാമല്ലോ നമുക്ക്. എന്തുമാത്രം വളരെ വേഗതയിലാണ് ഈ കോവിഡ്-19 പടർന്നത്. അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഇത് വളരെയധികം പടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് വരുന്നത് എല്ലാം ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടുതലും വരുന്നത് മുഴുവൻ ന്യൂമോണിയ ബാധയാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസ എ ഉണ്ട്, അതുപോലെ HMPV എന്ന് പറയുന്ന വൈറസ് ഉണ്ട്, മൈക്കോപ്ലാസ്മ ന്യൂമോണിയയുടെ വൈറസ് ഉണ്ട്, കോവിഡ്-19 വൈറസ്. ഇത്രയും ഒന്നിച്ചാണ് ഇപ്പം മൾട്ടിപ്പിൾ വൈറസുകളാണ് ഇതുപോലെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം കോവിഡ്-19 ട്രീറ്റ് ചെയ്യുന്നതല്ല ഈ മൾട്ടിപ്പിൾ മൈക്കോപ്ലാസ്മയുടെ ന്യൂമോണിയയ്ക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ്. കാരണം ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ എ, ഇതിനൊക്കെ വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്തങ്ങളായ ചികിത്സാ രീതികളാണ്. ഇത് വരുന്നുടനെ ആശുപത്രികളിൽ എന്ന് പറയുന്ന അത്ര വലിയ തിരക്കായി ചൈനയിൽ ആശുപത്രികൾ നിറയുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ വളരെ ഭയാനകമായ ഒരു വീഡിയോ ആണ് അതിനകത്ത് വന്നേക്കുന്നത്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിദേശയാത്ര നടത്തുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. കാരണം നമ്മുടെ മറ്റ് ജനങ്ങളിലേക്ക് ഇത് പടരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ആർക്കെങ്കിലും ഇത് വന്നെന്നിരിക്കട്ടെ, വരുന്ന ഒരു അസുഖം വരുന്നത് ആരുടെയും കുഴപ്പമല്ല, കുറ്റമല്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ അസുഖം വരുത്തി വെക്കത്തില്ല. പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് പടരും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ചൈനയിലെ ഈ അടിയന്തരാവസ്ഥ വരാൻ കാരണം ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ഈ ബാധ വന്നതുകൊണ്ട് മാത്രമാണ് ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ കാര്യമായിട്ട് കാണരുത്. ഇത് നമ്മൾ ഭയപ്പെടണ്ട, പക്ഷേ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ വിദേശയാത്ര നടപ്പം നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക, അത് ശ്രദ്ധിക്കുക. ഫ്ലൈറ്റിലൊക്കെ മുമ്പ് ഇപ്പോഴാരും മാസ്ക് ധരിക്കാറില്ല. പക്ഷേ നമ്മൾ ധരിക്കാറില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം അങ്ങ് മാറി. ഇപ്പം കോവിഡ് വന്നു, അത് മാറി. കോവിഡ് വാക്സിനും ഒക്കെ എടുത്തു. അതിൻ്റെ അനന്തരഫലങ്ങൾ മൂലം ഒരുപാട് ബദ്ധപ്പാടുകൾ ആളുകൾക്കുണ്ടായി, പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ടായി. അതേപോലെ തന്നെ പക്ഷേ ഈ മൾട്ടിപ്പിൾ വൈറസ് വരുമ്പോൾ
ഇതിനെ എല്ലാത്തിനും കൂടെ നമ്മൾ ഈ പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് ഉള്ള വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോലും പറ്റത്തില്ല, എളുപ്പമല്ല. കാരണം ഇത് ഇത്രയും മൾട്ടിപ്പിൾ വൈറസുകളാണ്, ഓരോന്നിനും ഓരോ രീതിയിലാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അടിയന്തരാവസ്ഥ ചൈനയിൽ വന്നതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവരത് പുറത്തു വിടുന്നില്ല. കാരണം അവർ പുറത്തു വിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ COVID-19 പോലും യഥാർത്ഥത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതും ചൈനയിലാണ്. യഥാർത്ഥത്തിൽ ഇത് ചൈനക്കാർ ഉണ്ടാക്കി വിട്ടതാണെന്ന് പോലും സംശയമുണ്ട് അതിനകത്ത്. ആ കാര്യത്തിൽ അത് തിരിച്ചടിക്കുന്നത് നമ്മളിപ്പോൾ ഒന്ന് കണ്ടോളൂ. ഇപ്പോൾ ചൈനയെ തന്നെ തിരിച്ചടിക്കുകയാണ് ഇത്, ഇൻക്ലൂഡിങ് COVID-19. ആ വൈറസുകളാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആരോഗ്യം സൂക്ഷിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ അത് മറ്റാളുകളിലേക്ക് നമ്മൾ അത് കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് പോയി ട്രീറ്റ് ചെയ്യുക. സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഇപ്പോൾ പനി വന്നാൽ ആശുപത്രി പോയിക്കോണം, അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കുകയല്ല വേണ്ടത്. ശ്രദ്ധിക്കണം, കാരണം ഇനി എന്താ വരുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം.